dear friends. I invite you into a moment of prayer. Today, we pray for Ronald, bravely struggling with addiction. He tries but often stumbles, and his loving mother prays daily for his healing. We ask you to join us. In your daily prayers, offer one Our Father, one Hail Mary, and one Glory Be for him. And if you have a prayer request, share it in the comments. We'll pray together as a community. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവസാനിച്ചുവെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും സുഖപ്പെടാത്ത ഒരു ബന്ധം, മങ്ങിയ ഒരു പ്രത്യാശ, കുഴിച്ചിട്ടതായി തോന്നുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം. ഇത് പൂർത്തിയായി എന്ന് നിശബ്ദമായി പറയുന്ന നിമിഷങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്നു. എന്നാൽ ഇന്ന് ദൈവവചനം ആ സ്ഥലത്തേക്ക് വ്യക്തമായി സംസാരിക്കുന്നു. പൂർത്തിയായതായി തോന്നുന്നത് ദൈവവുമായി അന്തിമമല്ല. സുവിശേഷത്തിൽ നമ്മൾ ലാസറിനെ കണ്ടുമുട്ടുന്നു. മരിച്ചു, അടക്കം ചെയ്തു, 4 ദിവസം കല്ലറയിൽ. എല്ലാം കഴിഞ്ഞു. കല്ല് മുദ്രയിട്ടിരിക്കുന്നു. വിലപിക്കുന്നവർ അന്ത്യത്തെ അംഗീകരിച്ചു. എന്നിട്ടും ആ അന്തിമസ്ഥലത്തേക്ക് യേശു എത്തിച്ചേരുന്നു. മറിയയും മാർത്തയും ഒരേ വാക്കുകൾ പറയുന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ആ വികാരം നമുക്കറിയാം. ദൈവം നേരത്തെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിൽ. യേശു അവരുടെ വേദന നിരസിക്കുന്നില്ല. അവൻ അകലെ നിൽക്കുന്നില്ല. അവൻ കരയുന്നു. അവൻ പൂർണ്ണമായും മനുഷ്യദുഃഖത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ അവൻ കരയുന്നതിൽ നിർത്തുന്നില്ല. അവൻ കല്ലറയിലേക്ക് നടന്നു. അവൻ വിളിച്ചു പറയുന്നു, ലാസറേ, പുറത്തുവരൂ. പെട്ടെന്ന് മരിച്ചിരുന്നത് ജീവിക്കാൻ തുടങ്ങുന്നു. കുഴിച്ചിട്ടത് പുറത്തുവരുന്നു. ഇത് ഭൂതകാലത്തിലെ ഒരു അത്ഭുതം മാത്രമല്ല. അതൊരു വെളിപ്പെടുത്തലാണ്. യേശു പ്രശ്നത്തിനു മുന്നിൽ മാത്രമല്ല. എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നിയാലും അവൻ ശക്തനാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. ഞാൻ ആകും എന്നല്ല, ഞാൻ ആകുന്നു. ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൽ, നിങ്ങളുടെ തകർച്ചയിൽ. എന്നാൽ ഈ സുവിശേഷം ഒരു മനുഷ്യൻ ഒരു കല്ലറയിൽ നിന്ന് പുറത്തുവരുന്നതിനെക്കുറിച്ചല്ല. മരണം ഇപ്പോഴും നിലനിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും കൂടിയാണിത്. കാരണം മരണം ശാരീരികം മാത്രമല്ല. നമ്മൾ ഇത് എല്ലാ ദിവസവും അനുഭവിക്കുന്നു. തകർന്ന ബന്ധങ്ങളിൽ, ആളുകൾ തമ്മിലുള്ള ഭിന്നതകളിൽ, വെറുപ്പ്, നീരസം, ക്ഷമിക്കാതിരിക്കൽ എന്നിവയിൽ, ചീഞ്ഞുപോയ സമൂഹങ്ങളിൽ. ദൈവവചനം നമ്മെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെയാണ്. യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ ദൈവം 2 കോലുകളെക്കുറിച്ച് സംസാരിക്കുന്നു. വിഭജിതരായ 2 ആളുകൾ. അവയെ കൂട്ടിച്ചേർക്കുക. അവർ ഒന്നായിത്തീരും എന്ന് അവൻ പറയുന്നു. ഇത് ദൈവത്തിന്റെ സ്വപ്നമാണ്. വിഭജനമല്ല, മറിച്ച് ഐക്യമാണ്. വേർപിരിയല്ല, മറിച്ച് കൂട്ടായ്മ. എന്നാൽ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം, ആളുകളെ ഒന്നിപ്പിക്കുന്നത് പോരാ. 2 കോലുകൾ സ്പർശിക്കാം, എന്നിട്ടും വേർപിരിയാം. കാരണം യഥാർത്ഥ ഐക്യം ബാഹ്യമല്ല, അത് ആന്തരികമാണ്. അത് ആത്മീയമാണ്. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവിക്കാൻ ശ്വാസം ആവശ്യമായിരുന്നതുപോലെ നമ്മുടെ വിഭജിത ഹൃദയങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമാണ്. നമ്മെ വേർപെടുത്തുന്നത് നീക്കം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അഹങ്കാരം, മുൻവിധി, ഭയം, കഴിഞ്ഞ മുറിവുകൾ. ദൈവത്തിന് മാത്രമേ നമ്മെ യഥാർത്ഥത്തിൽ ഒന്നാക്കാൻ കഴിയൂ. ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മൾ പരസ്പരം അപരിചിതരല്ല. നമ്മൾ പരസ്പരം സ്വന്തമാണ്. ഉബുണ്ടു എന്ന വാക്കിൽ മനോഹരമായ ഒരു ആശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആയതുകൊണ്ടാണ് ഞാൻ. എന്റെ ജീവിതം നിങ്ങളുടേതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വേദന എന്നെ ബാധിക്കുന്നു. നിങ്ങളുടെ അന്തസ് എനിക്ക് പ്രധാനമാണ്. ഇത് വെറും തത്വചിന്തയല്ല. ഇതാണ് സുവിശേഷം. കാരണം തുടക്കം മുതൽ തന്നെ ദൈവം ചോദിക്കുന്നു, നിങ്ങളുടെ സഹോദരൻ എവിടെ? ഇന്നും ആ ചോദ്യം നമുക്കായി നിലനിൽക്കുന്നു. മറ്റുള്ളവർക്ക് ഞാൻ ഉത്തരവാദിയാണോ? സുവിശേഷം ഉത്തരം നൽകുന്നു. അതെ, നമ്മൾ നമ്മുടെ സഹോദരന്റെ കാവൽക്കാരനാണ്. ചിലപ്പോൾ ഈ സത്യം അസാധാരണമായ രീതിയിൽ വെളിപ്പെടുത്തപ്പെടുന്നു. അക്രമത്തിനും കുഴപ്പങ്ങൾക്കും നടുവിൽ ഒരാൾ മറ്റൊരാളെ രക്ഷിക്കാൻ തന്റെ ജീവൻ പണയപ്പെടുത്തുന്ന നിമിഷങ്ങളുണ്ട്. ഒരു അപരിചിതൻ സഹോദരനാകുന്നു. ആഴത്തിൽ മുറിവേറ്റ ഒരാൾ വെറുപ്പല്ല, ക്ഷമയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രതികാരമല്ല, കരുണ.
ആ നിമിഷത്തിൽ ശക്തമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. മരണചക്രം തകരുന്നു. കാരണം നമ്മൾ വിദ്വേഷം മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ ശവകുടീരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. എന്നാൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ നാം ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. ക്ഷമ ബലഹീനതയല്ല, അത് പുനരുത്ഥാനമാണ്. ക്ഷമയുടെ ഓരോ പ്രവൃത്തിയും, കരുണയുടെ ഓരോ പ്രവൃത്തിയും, അനുകമ്പയിലേക്കുള്ള ഓരോ ചുവടും ഉരുട്ടിമാറ്റപ്പെടുന്ന ഒരു കല്ലാണ്. എന്നാൽ ഇത് എളുപ്പമല്ല. യഥാർത്ഥ അനുരഞ്ജനത്തിന് സത്യസന്ധത ആവശ്യമാണ്. ഒന്നും സംഭവിച്ചില്ലെന്ന് നടിക്കുന്നില്ല. അത് ഭൂതകാലത്തെ അവഗണിക്കുകയല്ല. അത് സത്യത്തെ അഭിമുഖീകരിക്കുകയാണ്. മുറിവുകൾക്ക് പേരിടുകയാണ്. ഇപ്പോഴും സ്നേഹം തിരഞ്ഞെടുക്കുകയാണ്. അത് കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു. കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക മാത്രമല്ല, അവർ എന്തിനാണ് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ആളുകളെ നദിയിൽ നിന്ന് പുറത്തെടുക്കുക മാത്രമല്ല, പക്ഷേ അവരെ വീഴാൻ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് കാണാൻ മുകളിലേക്ക് പോകുക. ഇതാണ് നീതിയുടെ പ്രവൃത്തി. ഇത് കൃപയുടെ പ്രവൃത്തിയാണ്. ഇതാണ് യേശു നമ്മെ വിളിക്കുന്ന ജീവിതം. കാരണം ലാസറിന്റെ ശവകുടീരത്തിനു മുന്നിൽ നിന്നപ്പോൾ മരണത്തെ അവസാന വാക്കായി അവൻ സ്വീകരിച്ചില്ല. നമ്മുടെ ലോകത്തിന്റെ തകർച്ചയ്ക്ക് മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് സ്വീകരിക്കാനും നാം വിളിക്കപ്പെട്ടിട്ടില്ല. വിശ്വസിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രവർത്തിക്കാൻ, സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, മരണസ്ഥലങ്ങളിലേക്ക് ജീവൻ കൊണ്ടുവരുന്ന ആളുകളാകാൻ. അപ്പോൾ ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എന്റെ ജീവിതത്തിൽ ഇപ്പോഴും എന്താണ് കല്ലറയിൽ ഉള്ളത്? ഞാൻ എന്താണ് ഉപേക്ഷിച്ചത്? ആരോടാണ് ഞാൻ ക്ഷമിക്കാൻ വിസമ്മതിച്ചത്? കേൾക്കൂ, യേശു ഇപ്പോൾ ആ സ്ഥലത്തിനു മുന്നിൽ നിൽക്കുന്നു. അവൻ നിങ്ങളുടെ പേര് വിളിക്കുന്നു. പുറത്തുവരൂ. ഭയത്തിൽ നിന്ന് പുറത്തുവരൂ. കയ്പിൽ നിന്ന് പുറത്തുവരൂ. വിഭജനത്തിൽ നിന്ന് പുറത്തുവരൂ. നിരാശയിൽ നിന്ന് പുറത്തുവരൂ. എന്നിട്ട് അവൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. അവനെ കെട്ടഴിക്കുക. അവനെ വിട്ടേക്കുക. പുറത്തുവരൂ മാത്രമല്ല, സ്വതന്ത്രനാകൂ. ഭൂതകാലത്തിൽ നിന്ന് മോചനം. ചങ്ങലകളിൽ നിന്ന് മോചനം. വീണ്ടും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ദൈവം വിഭജിക്കപ്പെട്ടതിനെ കൂട്ടിച്ചേർക്കുമ്പോൾ, ഹൃദയങ്ങൾ സുഖപ്പെടുത്തുമ്പോൾ, ക്ഷമ തിരഞ്ഞെടുക്കുമ്പോൾ പുനരുത്ഥാനം നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം യേശുവിൽ ഒരു സാഹചര്യവും വളരെ നിർജ്ജീവമല്ല. ഒരു വിഭജനവും വളരെ ആഴമുള്ളതല്ല. ഒരു ഹൃദയവും വളരെ തകർന്നിട്ടില്ല. ഒരു അവസാനം പോലെ തോന്നുന്നത് ഒരു തുടക്കമാകാം. അവൻ കടന്നുവരുമ്പോൾ നിർജ്ജീവമായ അറ്റങ്ങൾ പുതിയ ജീവിതമായി തീരുന്നു. ആമേൻ. Thank you for watching.